ശ്രീ മോൻസ് ജോസഫ്, അങ്ങേക്ക് 4 മിനിറ്റ് സംസാരിക്കാം. സാർ ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ്. സാർ, ഏറ്റവും അവസാനം സംസാരിച്ച ബഹുമാനപ്പെട്ട PK ബഷീർ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായി കേരളം കണ്ണു തുറന്ന് കാണേണ്ട കാര്യമാണ്. സാർ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ, അതിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ, കേരളം പോലെ പുരോഗമനപരമായി മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ സംസ്ഥാനം തൊഴിലില്ലായ്മ മൂലം പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള ആശങ്കയും പ്രശ്നങ്ങളുമൊക്കെ ഇന്നും ഗൗരവമായി കാണുമ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതയെക്കുറിച്ച് കാര്യമായി ഈ ബഡ്ജറ്റ് എന്തുകൊണ്ട് ചിന്തിച്ചില്ല, എന്തുകൊണ്ട് ആ നിലയിലുള്ള നിലപാടെടുത്തില്ല എന്നുള്ളത് ഇവിടെ നിരവധി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറ് നമ്മുടെ കോഴ്സുകൾ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് ഈ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ വഴികളെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം എന്ന നല്ല നിർദ്ദേശങ്ങളുടെ മുന്നോട്ട് വെച്ചു. ബജറ്റിൽ കാര്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഗവൺമെൻറ് ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി ചിന്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പദ്ധതികൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനത്തെക്കുറിച്ച് പറയുമ്പോൾ കാർഷിക മേഖലയെ പരിപൂർണമായിട്ടും അവഗണിക്കുന്ന സാഹചര്യമാണ് ഈ ബജറ്റിലൂടെ ഉണ്ടായത്. സാർ, ഇവിടെ കർഷകർക്ക് ഒരു പ്രത്യാശ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായി ഇതിനെ മാറ്റാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വരേണ്ട സമയമാണ്. സാർ, കേന്ദ്ര ഗവൺമെൻറ് കൃഷിക്കാരെ വഞ്ചിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുകയാണ്. അവിടെ ഡൽഹിയിൽ ഇപ്പോഴും കർഷക സമരങ്ങൾ നടക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റും LDF ഗവൺമെൻറ്റും കർഷകരെ കൈവിടുകയാണ്. സാർ, കൃഷിക്കാരുടെ കാര്യത്തിൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ റബ്ബർ എന്നൊരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. സാർ, റബ്ബർ കൃഷിക്കാരെ ഇതുപോലെ കൈവിടാൻ ഗവൺമെന്റ് ഒരു പ്രതികാര ബുദ്ധിയോടെ എന്തുകൊണ്ട് പെരുമാറുന്നു എന്നത് മനസ്സിലാക്കാത്ത കാര്യമാണ്. സാർ, LDFന്റെ വാഗ്ദാനമെങ്കിലും നടപ്പാക്കണ്ടേ? ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചിന്തിക്കണം. ഇടതുപക്ഷ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ റബ്ബർ വിലസ്ഥിരത ഫണ്ട് 250 രൂപയാക്കി വർദ്ധിപ്പിക്കും. LDFന്റെ വാഗ്ദാനമാണ്. ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനമെങ്കിലും പാലിക്കണ്ടേ? അതുപോലും പാലിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. 250 രൂപ ഞങ്ങൾ ആവശ്യപ്പെടുന്ന UDF ആവശ്യപ്പെട്ടു. ഇവിടെ നിരവധിയായ കർഷക പ്രക്ഷോഭങ്ങൾ റബ്ബർ കൃഷിക്കാർ നടത്തി. 300 രൂപ വേണം, ഇതാണ് നമ്മുടെ ആവശ്യം. 300 രൂപ റബ്ബർ കർഷകർ ആവശ്യപ്പെടുന്നു. 300 തരാൻ ഗവൺമെന്റിന് ഒറ്റയടിക്ക് കഴിയില്ല, നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇടതുപക്ഷം പറഞ്ഞ വാക്കെങ്കിലും പാലിക്കണമല്ലോ. ആ 250 സ്ഥാനത്ത് ഇന്ന് റബ്ബർ കഴിഞ്ഞ പ്രാവശ്യം 10 രൂപ കൂട്ടി കൃഷിക്കാരെ കളിയാക്കി. സാർ, ഗവൺമെന്റിന് കൊടുക്കേണ്ടി വന്നോ? ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞു റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി 500 കോടി മാറ്റിവെക്കുന്നു. 5 പൈസ ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. അതിന്റെ കാരണം സാർ, ഇപ്പോൾ റബ്ബർ വിലസ്ഥിരത ഫണ്ട് നമ്മുടെ ഗവൺമെന്റ് നൽകുന്ന സഹായം 170 രൂപ എന്ന നിലയിൽ നിൽക്കുകയാണ്. സാർ, മാർക്കറ്റിൽ കൊണ്ട് കൃഷിക്കാരൻ റബ്ബർ കൊടുത്താൽ 208 രൂപ കിട്ടും. ഇന്ന് റബ്ബറിന് മാർക്കറ്റിലെ വില 208 രൂപയാണ്. 208 രൂപ ഉള്ളപ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറയുകയാണ് നിങ്ങൾക്ക് 170 തരാം, അല്ലെങ്കിൽ 10 കൂട്ടി 180 തരാം. സാർ, കൃഷിക്കാരന് ഒരു ഉപകാരവും ഇല്ലാത്ത ഇത്തരം പ്രഖ്യാപനങ്ങൾ ഗവൺമെന്റ് നടത്തുന്ന തെറ്റായ നിലപാട് തന്നെ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് യഥാർത്ഥത്തിൽ 280 രൂപ റബ്ബർ കൃഷിക്കാർക്ക് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം. സാർ, അതുപോലെ തന്നെ നെല്ലിന്റെ കാര്യത്തിൽ ഇപ്പൊ ബഹുമാനപ്പെട്ട സുബാലിയുടെ പറഞ്ഞു നെൽ കർഷകർക്ക് വേണ്ടി 150 കോടി രൂപ മാറ്റിവെച്ചു. സാർ, ഇവിടെ സപ്ലൈക്കോടെ കടം തീർക്കണമെങ്കിൽ GRNൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയോട് അങ്ങ് ചോദിക്കണം 700 കോടി വേണം. അത് കഴിഞ്ഞ വർഷം നെല്ല് സംഭരിച്ചതിന്റെ പണം ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നിട്ട് അങ്ങ് പറയുകയാണ് 150 കോടി കൊണ്ട് തൃപ്തിപ്പെടുകയാണെന്ന് പറഞ്ഞാൽ CPI പാർട്ടിക്ക് പോലും നാണക്കേടാണ്. സാർ, ഞാൻ പറയട്ടെ, നെൽ കർഷകർക്ക് വേണ്ടി ഇന്നലെ ആലപ്പുഴ കളക്ടറേറ്റിൽ നെൽ കർഷകർ കുട്ടനാട്ടിലെ കൃഷിക്കാർ സമരം ചെയ്തു. ആ നെൽകൃഷി സമരമില്ല. ജോസഫ് കർഷകർക്കായിട്ട് വാദിക്കുകയാണ്, അതാവശ്യമാണ്. സാറ്, ഈ നെൽകർഷകർക്ക് പണം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് പണം നൽകാത്ത വിഷയം അങ്ങയുടെ പ്രസംഗത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ പറയാം. അല്ല, അങ്ങ് ചൂണ്ടിക്കാണില്ല. അത് പറഞ്ഞാൽ അങ്ങ് മറുവശം കാണണം. കേന്ദ്രം 4 പ്രാവശ്യം നെല്ലിന്റെ വില കൂട്ടി, 4 പ്രാവശ്യം നമുക്ക് ആനുകൂല്യം തന്നു. അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അങ്ങ് പരിശോധന, അങ്ങ് വെട്ടിലായിരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് 4 പ്രാവശ്യം കൂട്ടി 30 രൂപ എത്തിച്ചു. ഇവിടെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് 28 രൂപ 20 പൈസ നിൽക്കുക. 28 രൂപ 20 പൈസ 30 ആക്കണമെന്ന് നെൽകർഷകൻ പറയുക. കേന്ദ്രം തരുന്നില്ല എന്നുള്ളതിൽ നമുക്ക് യോജിപ്പുണ്ട്, കേന്ദ്രത്തിൽ പ്രതിഷേധമുണ്ട്. പക്ഷെ നെല്ലിന്റെ പൈസ തന്നു. ആ തന്ന പൈസ കൊടുത്തില്ല, തന്ന പൈസ എടുത്ത് മറിച്ചു. അപ്പൊ അതുകൂടെ കൊഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നെൽകർഷകരുടെ കാര്യത്തിൽ
ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു ശാശ്വത പരിഹാരത്തിന് സാഹചര്യം ഉണ്ടാക്കണം. സാർ, ഇവിടെ നെല്ലിന്റെ കാര്യത്തിൽ കർഷക ആത്മഹത്യ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും പ്രശ്നമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാക്കേജ് ബഡ്ജറ്റിലൂടെയല്ലേ പറ്റുള്ളൂ. ഇപ്പൊ കർഷക പെൻഷൻ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതിനു മുമ്പ് പെൻഷൻ തുടങ്ങി. സാർ, ഇപ്പോൾ 20 ലക്ഷം പേര് ചേർക്കുമെന്ന് പറഞ്ഞു. 1000 പേരായിട്ടും ആ രജിസ്ട്രേഷൻ പരിപാടി നിർത്തി. ഇപ്പൊ കൃഷിമന്ത്രി നോട്ട് കൊടുത്തല്ലോ. കൃഷിമന്ത്രി പറഞ്ഞു ഈ കർഷക പെൻഷൻ തുടരാൻ ഗവൺമെന്റിന് കൃഷിവകുപ്പിന് കഴിയില്ല, ധനവകുപ്പ് പൈസ അനുവദിക്കണം. സാർ, ഇതുവരെ അനുവദിച്ചിട്ടില്ല. കർഷക പെൻഷൻ തുടരണ്ടേ? അപ്പൊ നെൽകർഷക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശാശ്വത പരിഹാരത്തിനുള്ള ഒരു പാക്കേജ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറയണം. നെൽകർഷകരെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാർ, ഇവിടെ ഉപരിപഠനത്തിനുള്ള സ്കോളർഷിപ്പുകൾ ഗവൺമെന്റ് വെട്ടിച്ചുരുക്കി. സാർ, ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികൾ, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് ഉപരിപഠനം കഴിയാത്ത നിലയിലേക്ക് വന്നിരിക്കുകയാണ്. നേർപകുതിയായി സ്കോളർഷിപ്പുകൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അത് പുനഃപരിശോധിക്കണം. ഈ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇത്തരത്തിലുള്ള ക്ഷേമകാര്യങ്ങൾ ഇല്ലാതാക്കുന്ന നടപടിയിലേക്ക് ഗവൺമെന്റ് പോകുന്ന സാഹചര്യത്തിൽ ഈ ബഡ്ജറ്റിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഞാൻ ചെറുതു.